ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഗ സിസ്റ്റേഴ്സ്. അപ്പം ഞാൻ കുറേ നാളിന് ശേഷം വീണ്ടും വീഡിയോ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ നിലമ്പൂർ വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തിരിച്ചിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് തന്നെ തേക്ക് മ്യൂസിയത്തിലോട്ട് വിട്ടു. അപ്പോൾ നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ അവിടെ നമ്മൾ എൻട്രി ചെയ്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് തേക്ക് മ്യൂസിയത്തിലോട്ട് വരുന്നത്. ആൻഡ് ഞങ്ങളും ഫാമിലിയും പിന്നെ പപ്പാൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവർ ഫാമിലിയായിട്ടാണ് വന്നത്. ആൻഡ് ഇതാണ് അവിടുത്തെ കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ളൊരു വ്യൂ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, എല്ലാവരും ഒക്കെ ഒപ്പം പോയപ്പോൾ. ആൻഡ് നിങ്ങൾ ബാക്കി കാണൂ. तेरियां दावां मुंडा मार सुटिया तू कादा दिल लुटिया तू मैनू छड्डिया ना कखदा, तू मैनू छड्डिया ना कखदा। पहला सी तू प्यार, पहले प्यार दी पहली कहानी बदला भी किंज हुन चाके भी ना बदली जानी। मन विच मैं सी राजा, तू क्यों ना मेरी बनी है रानी। खुशियां दा मैं सोचिया ਅੱਖਾਂ ਵਿੱਚ ਕਿਉਂ ਦੇ ਗਈ ਪਾਣੀ। ਤੇਰੀਆਂ ਦਾਵਾਂ ਮੁੰਡਾ ਮਾਰ ਸੁੱਟਿਆ ਤੂੰ ਕਾਦਾ ਦਿਲ ਲੁੱਟਿਆ ਤੂੰ ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ, ਤੂੰ ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ। ਤੇਰੀਆਂ ਦਾਵਾਂ ਮੁੰਡਾ ਮਾਰ ਸੁੱਟਿਆ ਤੂੰ ਕਾਦਾ ਦਿਲ ਲੁੱਟਿਆ ਤੂੰ ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ, ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ। ਇੱਕ ਦੂਜੇ ਦੇ ਕੋਲ ਕਾਲੀਆਂ ਰਾਤਾਂ ਚੰਨ ਤੇ ਤਾਰੇ ਪਹਿਲਾਂ ਸੀ ਜੋ ਵਾਦੇ, ਹੁਣ ਨੇ ਸਭ ਮੈਨੂੰ ਲੱਗਦੇ ਲਾਰੇ। ਅੱਜ ਹੀ ਗਮ ਨਾਲ ਪਾਲਾ ਵਗਦੇ ਨੈਣੋਂ ਹੰਝੂ ਖਾਰੇ, ਫਸ ਗਏ ਇਸ਼ਕ ਦੇ ਗੇੜੇ ਵਿੱਚ ਕਾਤੋਂ ਨਾ ਹੁਣ ਲੱਭਣ ਸਹਾਰੇ। ਤੇਰੀਆਂ ਦਾਵਾਂ ਮੁੰਡਾ ਮਾਰ ਸੁੱਟਿਆ ਤੂੰ ਕਾਦਾ ਦਿਲ ਲੁੱਟਿਆ ਤੂੰ ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ, ਤੂੰ ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ। ਤੇਰੀਆਂ ਦਾਵਾਂ ਮੁੰਡਾ ਮਾਰ ਸੁੱਟਿਆ ਤੂੰ ਕਾਦਾ ਦਿਲ ਲੁੱਟਿਆ ਤੂੰ ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ, ਤੂੰ ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ। ਤੇਰੀਆਂ ਦਾਵਾਂ ਮੁੰਡਾ ਮਾਰ ਸੁੱਟਿਆ ਤੂੰ ਕਾਦਾ ਦਿਲ ਲੁੱਟਿਆ ਤੂੰ ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ, ਤੂੰ ਮੈਨੂੰ ਛੱਡਿਆ ਨਾ ਕੱਖਦਾ।
तासुर से बन गए ख्वाब मेरे यूं हर पल में तेरा दिल ये ले जग सारा फिरे या मैं तुझसा ना कोई पावा मैं था दिल दा आवारा तेरे दर पे कहाँ से आवा हाँ अखियाँ मिला ले कि आंसू भी ना आवे हाँ अखियाँ मिला ले कि आंसू भी ना आवे ഗായ്സ്, അങ്ങനെ ഇത് ഓർക്കിഡ് ഗാർഡനാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയില്ല. ഞങ്ങൾ ഇവിടെ നീലഗിരി ഹിൽസിലോട്ട് പോകണം എന്നുള്ളൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുള്ളായിട്ട് കണ്ടില്ല അവിടെ ഓർക്കിഡ് ഗാർഡന്. അപ്പോൾ അനിയനിട്ടും അങ്ങോട്ട് മണ്ടി പോയി. അപ്പോൾ അവരുടെ പിന്നാലെ അവരെ വിളിക്കാൻ ഞങ്ങളും പോയി. പിന്നെ ഞങ്ങൾ നീലഗിരി ഹിൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നീലഗിരി ഹിൽസിലെ വ്യൂ എല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടതല്ല, ബ്ലോക്കായിരുന്നു. കാരണം ഇത് ചെറിയ റോഡാണ്. അപ്പോൾ ഞങ്ങൾ അത് അവിടെ കണ്ട് ഫുള്ള് ബ്ലോക്കായി. ഞങ്ങൾ ഹാഫ് ആൻ അവറെങ്കിലും ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എന്താ പറയുക, എൻ്റെ പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്, ഇക്ഷീറങ്ങളുടെ വീട്ടിലോട്ട്. ഞങ്ങൾ ലാസ്റ്റ് സൗദിയിൽ നിന്ന് കണ്ടതാണ്, പിന്നീട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഉണ്ട്, പപ്പാൻ്റെ ഫ്രണ്ട്, ആ അങ്കിളുണ്ടായിരുന്നു, സെക്കീർ അങ്കിൾ. ഞങ്ങളെ ഫാമിലി, സെക്കീറങ്ങളുടെ ഫാമിലി, ഇക്ഷീറങ്ങളുടെ ഫാമിലി, ഞങ്ങൾ ഈ 3 ഫാമിലിയും ഞങ്ങൾ സൗദിയിൽ അടുത്തടുത്തായിരുന്നു ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു ഇക്ഷീറങ്ങളുടെ റൂം. പിന്നെ ഞങ്ങളുടെ റൂമിൽ ലെഫ്റ്റ് സൈഡിലായിരുന്നു സെക്കീറങ്ങളുടെ റൂം.
അപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങളെല്ലാവരും കൂടും, കളിക്കും, സംസാരിക്കും. അങ്ങനെ ഇരുന്ന് നമ്മുടെ നാട്ടിലത്തെ പോലെയായിരുന്നു. അതൊക്കെ ഓരോ ഗോൾഡൻ ഡേയ്സ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ ഷിറങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ് അവരെ കാണാനായിട്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാണ്, ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആയിട്ടാക്കണം. സോ ഞങ്ങളങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വേറെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നാളെ സനിയാക്ക് എക്സാമാണ് മദർസിൽ. KNMൻ്റെ പൊതുപരീക്ഷയാണ്. ആൻഡ് അവൾ പഠിച്ചതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെ ട്രിപ്പിന് ഇറങ്ങിയത്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് അവരെ കാണാനും. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും എക്സൈറ്റഡ് ആണ്. സോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്മാൻ്റെ ഫോൺ അപ്പിലേക്കും ഡെഡായി. ആൻഡ് പിന്നെ ഞങ്ങൾ തിരിച്ച് അവരുടെ യാത്ര പറയാണ് പാണ്ടിക്കാട്ടിൽ നിന്ന്. അങ്ങനെ അവൻ ഉറങ്ങി, ആകെ ഓടിക്കളിച്ച് തളർന്ന് അവനങ്ങനെ ഉറങ്ങി. അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. മറ്റവളും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരതാ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ പാണ്ടിക്കാട്ടിൽ നിന്നും ഞങ്ങൾ ലെഫ്റ്റിലോട്ടും പോയി, അവരങ്ങനെ നേരെയും പോയി. അങ്ങനെ ഞങ്ങൾ ടാറ്റൊക്കെ പറഞ്ഞു. ആൻഡ് ഇന്നത്തെ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളിയായ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ താങ്ക്സ് വാച്ചിങ്.